ഹായ് ഫ്രണ്ട്സ്, ഡൈനാമിക്സ് ഓഫ് മെഷീനറിയുടെ മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മൊഡ്യൂൾ 6-ലെ ടോർഷണൽ വൈബ്രേഷൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോർഷണൽ വൈബ്രേഷനിൽ തന്നെ നമുക്ക് ഫ്രീ ടോർഷണൽ വൈബ്രേഷനാണ് മെയിനായിട്ടും പഠിക്കാനായിട്ടുള്ളത്. ടോർഷണൽ വൈബ്രേഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒരു ഷാഫ്റ്റിനെ നമ്മൾ അൺട്വിസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് അൾട്ടർനേറ്റ് ആയിട്ട് ട്വിസ്റ്റിംഗ് ആൻഡ് അൺട്വിസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ഷാഫ്റ്റിൽ എന്ത് ഡെവലപ്പ് ചെയ്യും, ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വൈബ്രേഷനെയാണ് നമ്മളെന്ന് പറയുന്നത് ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു റിജിഡ് ബോഡി ഒരു സ്പെസിഫിക് റെഫറൻസ് ആക്സിസിന് എബോട്ടായിട്ട് ഓസിലേറ്റ് ചെയ്യുവാണെങ്കിൽ റിസൾട്ടിങ് മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ടോർഷണൽ വൈബ്രേഷൻ്റെ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സിംഗിൾ റോട്ടർ സിസ്റ്റം കൺസിഡർ ചെയ്തു. ദാറ്റ് മീൻസ് നമ്മളിവിടെ ഒരു ഷാഫ്റ്റ് കൺസിഡർ, നിങ്ങൾക്ക് ഫിഗറിൽ കാണാവുന്ന പോലെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഷാഫ്റ്റിൻ്റെ എൻഡിൽ ഒരു ഡിസ്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്കിൻ്റെ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ ബോട്ടം വ്യൂ ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ ഈ ഷാഫ്റ്റിൻ്റെ ഒരു എൻഡ് ഫിക്സ് ചെയ്തിരിക്കുകയും മറ്റേ എൻഡിലാണ് ഞാൻ എന്ത് വെച്ചിരിക്കുന്നത്, റോട്ടർ വെച്ചിരിക്കുന്നത്. ഞാനിവിടെ ഒരു ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഈ ഡിസ്ക് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഈ എടുത്തിരിക്കുന്ന ഷാഫ്റ്റ് നോർമലി നമ്മൾ അസ്യൂം ചെയ്യും ഇതിന് വെയ്റ്റ്ലെസ് ആണ്. ഇതിൻ്റെ ഒരു എൻഡ് ഫിക്സ് ചെയ്തിരിക്കുക, അതിൻ്റെ അടുത്ത എൻഡിലൊരു ഹെവി ഡിസ്ക് അല്ലെങ്കിൽ ഫ്ലൈ വീൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. So that this flywheel can vibrate in a circle about the axis of the shaft by applying some external torque. Such vibrations are termed as a torsional vibration. ഞാൻ അതിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ, ഞാൻ ടോർക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഇനിഷ്യൽ പൊസിഷൻ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ മീൻ പൊസിഷൻ എന്ന് പറയുന്നു. ഷാഫ്റ്റിൻ്റെ ലെങ്ത് ഞാനിവിടെ L എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിസ്റ്റത്തിലേക്ക് ഞാനൊരു എക്സ്റ്റേണൽ ടോർക്ക് T അപ്ലൈ ചെയ്യുന്നു ഫോർ എ ടൈം ഇൻ്റർവൽ സ്മോൾ t. ടൈം ഇൻ്റർവൽ സ്മോൾ t കഴിയുമ്പോഴത്തേക്കിന് എന്ത് ഈവൻ ടോർക്കാണ് ഞാൻ പ്രൊഡ്യൂസ് സം ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ. നമുക്കിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് പഠിക്കണം. ഒന്നാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് I മീൻസ് ദ മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഡിസ്ക്. നമ്മൾ ഓൾറെഡി ഷാഫ്റ്റ് വെയ്റ്റ്ലെസ് ആണെന്ന് പറയുന്നത്, അപ്പോൾ ഇമ്പോർട്ടൻസ് ഡിസ്കിനാണുള്ളത്. I മീൻസ് ദി മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഡിസ്ക് ആൻഡ് വി നോ ദ മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ഡിസ്ക് as m is equal to I is equal to mk square. Where m means the mass of the disc in kilogram and k is the radius of gyration of the disc. Here theta is the angle of displacement of the disc from its mean position after a time interval t. Then another parameter is k suffix t, kt is nothing but the torsional stiffness of the system. Torsional stiffness of the shaft means torque required to twist the shaft through 1 radian. അപ്പോൾ നമുക്ക് ഇവിടെ ഞാനൊരു ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി സിസ്റ്റത്തിൽ എന്ത് പറ്റും, ഒരു ഇനർഷ്യ ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ഇനർഷ്യ ടോർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇവിടെ ഒരു റീസ്റ്റോറിങ് ടോർക്കും അല്ലെങ്കിൽ സ്പ്രിംഗ് ടോർക്കും ഡെവലപ്പ് ചെയ്യണം. ഇനർഷ്യ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന എന്താണ് ടോർക്ക് കാരണം ഇവിടെ ഒരു ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. ദാറ്റ് മീൻസ് സം ആംഗുലാർ ആക്സലറേഷൻ ഈസ് പ്രൊഡ്യൂസ്. ആ ഇനർഷ്യ ടോർക്കിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ആക്സിലറേറ്റിംഗ് ടോർക്ക് എന്ന് പറയാറുണ്ട്. ഇനർഷ്യ ടോർക്ക് ഓർ ദ ആക്സിലറേറ്റിംഗ് ടോർക്ക്. അത് നമ്മൾ ഇക്വിലിബ്രിയത്തിലാണ് പറയുന്നത്. ഈ ഇനർഷ്യ ടോർക്കും ആക്സിലറേറ്റിംഗ് ടോർക്കും എന്താണ്, ഈക്വൽ ആണ്, പക്ഷേ രണ്ടും എന്താണ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആയിരിക്കും. ഇനർഷ്യ ടോർക്ക് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ആക്സിലറേറ്റിംഗ് ടോർക്ക്. നമുക്കറിയാം, നമ്മൾ F is equal to minus m എന്ന് പഠിച്ചതുപോലെ തന്നെ ദാറ്റ് മീൻസ് ഇനർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്സലറേഷൻ്റെ ഓപ്പോസിറ്റ്, F is equal to minus m. സിമിലർലി ഇനർഷ്യ ടോർക്ക് ഈസ് ഈക്വൽ ടു ആക്സലറേറ്റിംഗ് ടോർക്ക്, ബട്ട് ഇറ്റ് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആക്സലറേറ്റിംഗ് ടോർക്ക് നമുക്കറിയാം, നോർമലി ആക്സലറേറ്റിംഗ് ടോർക്ക് കണ്ടുപിടിക്കുന്നത് ആംഗുലാർ സിസ്റ്റം ആണെങ്കിൽ ആംഗുലാർ വെലോസിറ്റിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റോട്ടറി സിസ്റ്റംസ് ആണെങ്കിൽ നമുക്കറിയാം ആക്സലറേറ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് മാസ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇൻറ്റു ആംഗുലാർ ആക്സലേഷൻ ആണ്. ദെയർഫോർ ഇനർഷ്യ ടോർക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നെഗറ്റീവ് ഓഫ് I ഇൻറ്റു
theta double dot, where theta double dot is the angular acceleration of the system. Angular acceleration. സോ അപ്പം എൻ്റെ സിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന എന്ത് കിട്ടി, എനിക്ക് ആക്സലറേറ്റിംഗ് ടോർക്ക് അല്ലെങ്കിൽ ഇനർഷ്യ ടോർക്ക് എത്രയാണെന്ന് കിട്ടി. ഇനർഷ്യ ടോർക്ക് കിട്ടി. സിമിലർലി നമുക്ക് എന്ത് കണ്ടുകൊണ്ടിരിക്കണം, ഇവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ഇനർഷ്യ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ഒബ്വിയസ്ലി ദർ ഷുഡ് ബി സം റീസ്റ്റോറിങ് അല്ലെങ്കിൽ റീസ്റ്റോറിങ് ടോർക്ക് ഓർ റെസിസ്റ്റിംഗ് ടോർക്ക് ഉണ്ടാവണം. സോ റീസ്റ്റോറിങ് ടോർക്ക് നമ്മൾ നോർമലി കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടോർഷണൽ സ്റ്റിഫ്നെസ് KT into angular displacement theta. So here the negative sign is used as the restoring torque act opposite to the angular displacement. അത് കാണിക്കാനാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. So here the negative sign is used as restoring torque, resistive torque acts opposite to the angular displacement. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണമെങ്കിൽ എന്തായിരിക്കണം, ഇനർഷ്യ ടോർക്കും റീസ്റ്റോറിംഗ് ടോർക്കിൻ്റെയും സം എന്തായിരിക്കണം, 0 ആയിരിക്കണം, അല്ലെങ്കിൽ കപ്പിളിൻ്റെ സം എന്തായിരിക്കണം, 0 ആയിരിക്കണം, D'Alembert's പ്രിൻസിപ്പിൾ അനുസരിച്ച്. സോ അങ്ങനെയാണ് എനിക്ക് കിട്ടുക മൈനസ് ഓഫ് I തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് മൈനസ് ഓഫ് KT തീറ്റ ഇസ് ഈക്വൽ ടു 0. Taking negative sign common and cancelling, therefore it becomes theta double dot plus KT by I into theta is equal to 0. അപ്പോൾ ഇത് നമ്മളുടെ സിമ്പിൾ ഹാർമോണിക് ഇക്വേഷനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്നായിരുന്നു ലീനിയർ സിസ്റ്റത്തിൽ. അതുപോലെ തന്നെ ആംഗുലാർ സിസ്റ്റം ആകുമ്പോൾ, അത് റോട്ടറി സിസ്റ്റം ആകുമ്പോൾ നമുക്കതിനെ റീപ്ലേസ് തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 0. സോ ഈ ഇക്വേഷൻ കൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ we can identify that omega n or omega n square is equal to KT divided by I. So natural angular velocity of vibration. So natural angular velocity of the vibration, torsional vibration, omega n will be root of KT divided by I. So where KT is the torsional stiffness and I is the mass moment of inertia of the disk. സോ നമുക്ക് ഒമേഗ എൻ വാല്യൂ കിട്ടിയെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ അറിയാം. നമുക്കറിയാം ഒമേഗ എൻ ഈസ് ഈക്വൽ ടു 2πfn ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി സിസ്റ്റം വിൽ ബി 1/2π ഇൻറ്റു ഒമേഗ എൻ. സോ ഒമേഗ എൻ ഈസ് നത്തിങ് ബട്ട് റൂട്ട് ഓഫ് KT ഡിവൈഡഡ് ബൈ I. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദി നാച്ചുറൽ ഫ്രീക്വൻസി. സോ ഇത് കൂടാതെ തന്നെ നമുക്ക് ടോർഷണൽ സ്റ്റിഫ്നെസ് KT വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ടോർഷൻ ഫോർമുല അറിയാം. വി ഹാവ് ദി ടോർഷൻ ഫോർമുല T/J ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു G തീറ്റ ബൈ L എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോർഷൻ ഫോർമുല. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ജിക്ക് പകരം സി എന്നായിരിക്കും റെപ്രസെൻറ്റ് സി. സോ സി ഈസ് നത്തിങ് ബട്ട് ദി റിജിഡിറ്റി മോഡൽ. അപ്പം ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജി ഈസ് നത്തിങ് ബട്ട് ദി റിജിഡിറ്റി മോഡുലസ് ആണെന്നറിയാം. And theta is the angle of twist എന്നറിയാം, and L is the length of the shaft, J is the polar moment of inertia. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി ഫ്രം ദിസ് ടോർഷൻ ഫോർമുല വി ക്യാൻ റൈറ്റ് T by theta is equal to GJ divided by L. So T by theta, that is the torque per unit angle of twist, that is nothing but the KT value, so which is equal to KT. So torsional stiffness is nothing but GJ divided by L. So നമുക്ക് KT വാല്യൂ കിട്ടിയെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻ്റെ ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ദെയർഫോർ ഫ്രീക്വൻസി എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസി ക്യാൻ ബി മോഡിഫൈഡ് ആസ് Fn is equal to 1/2π into, instead of KT we can write GJ divided by I into L. So this is the expression for the natural frequency of a torsional vibrational system. So ഇവിടെ നമ്മളൊരു സിംഗിൾ റോട്ടർ മാത്രമാണ് കൺസിഡർ, ഒറ്റ ഡിസ്ക്, റോട്ടർ മീൻസ് ഡിസ്ക് ഓർ ഫ്ലൈ വീൽ, ഒറ്റ ഒരു ഡിസ്ക് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സോ ഈ സെക്ഷനിൽ നമുക്ക് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഫ്രീ എൻഡിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു സിംപ്ലി ക്യാൻഡിലീവർ ബീം പോലെയാണ്.
ഫിക്സഡ് എൻഡും ഒരു എൻഡ് ഫ്രീ ആണ്. അപ്പോൾ ഈ ഫ്രീ എൻഡിലായിരിക്കും നമുക്ക് നോർമലി മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഫിക്സഡ് എൻഡിലെ നമ്മുടെ വൈബ്രേഷൻ്റെ എമൗണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം സോ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഇവിടെയും ഫിക്സഡ് എൻഡിൽ എന്തായിരിക്കും? നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. സോ എവിടെയാണോ ആംപ്ലിറ്റ്യൂഡ് 0 ആകുന്നത്, ആ ആംപ്ലിറ്റ്യൂഡ് 0 ആകുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നോഡ്. സോ നോഡ് ഈസ് ദ സെക്ഷൻ ഓഫ് ദി shaft where the amplitude becomes 0. ഇത്രയുമാണ് നമുക്ക് ഫ്രീ ടോർഷണൽ വൈബ്രേഷൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ഇനി നമുക്കിതിൽ തന്നെ 2 റോട്ടർ സിസ്റ്റം, 3 റോട്ടർ സിസ്റ്റം, ഇക്വലൻ്റ് ടോർഷണൽ ഷാഫ്റ്റ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് തൊട്ടടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തെടുക്കുക. താങ്ക് യു ഓൾ.